CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് പൂർത്തിയായി. ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ VVIPകളുടെ വൻനിരയാണ് അയോധ്യയിലെത്തിയത്. അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടത്തുന്ന സമയത്ത് ഗ്ലോബൽ NSSന്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിനു ചുറ്റും രാമനാമ ഭജന ഘോഷയാത്ര നടത്തി. കുരഞ്ഞിയൂരിൽ ചകിരിക്കമ്പനിയിൽ വൻ തീപിടുത്തം. വനിതകളായ തൊഴിലാളികൾ ഇറങ്ങി ഓടിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. അഗ്നിബാധയിൽ ദുരൂഹതയുള്ളതായി നടത്തിപ്പുകാരൻ. അക്കിക്കാവ് പരുവക്കുന്ന് മദ്രസയ്ക്ക് സമീപം പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. സമീപത്തുള്ള വീടുകളിലേക്കാണ് വെള്ളം ഒഴുകിയെത്തുന്നത്. ചൊവ്വന്നൂർ സെന്റ് തോമസ് കത്തോലിക്ക ദേവാലയത്തിൽ വിശുദ്ധ സെബസ്തിനോസിന്റെയും വിശുദ്ധ റഫായേൽ മാലാഖയുടെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര മുഖ്യ കാർമ്മികനായി. വേലൂർ ശ്രീ കാർത്തിയനി ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഇന്ന് കൊടിയേറും. ഉത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടന്നു. 22-ാം തീയതി മുതൽ 30-ാം തീയതി വരെയാണ് ഉത്സവാഘോഷം. പ്രശസ്ത മദ്ദള പ്രമാണിയായിരുന്ന കടവല്ലൂർ അരവിന്ദാക്ഷൻ സ്മാരക പുരസ്കാരം മദ്ദള കലാകാരൻ നെല്ലുവായി മുരളിക്ക് സമർപ്പിച്ചു. കടവല്ലൂർ ഏകാദശിയുടെ ഭാഗമായി ശ്രീരാമസ്വാമി ക്ഷേത്രാങ്കണത്തിൽ നടത്തിയ ചടങ്ങ് തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് TS സുന്ദർ മേനോൻ ഉദ്ഘാടനം ചെയ്തു. കിടങ്ങൂർ ജ്ഞാനോദയം ഗ്രന്ഥശാലയും വിവിധ ക്ലബ്ബുകളും മറ്റ് സാംസ്കാരിക സമിതികളും സംയുക്തമായി 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന രാത്രികാല പഠനത്തിന്റെയും പ്രതിഭാ പുരസ്കാരത്തിന്റെയും ഉദ്ഘാടനം നടന്നു. ഫാസിസത്തിന്റെ സ്ത്രീ ശാക്തീകരണ കപട വാഗ്ദാനങ്ങളിൽ വനിതകൾ പ്രലോഭിതരാകരുതെന്ന് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി TK അഷ്റഫ് പറഞ്ഞു. തൃശൂർ ജില്ലാ കമ്മിറ്റി ചാവക്കാട് സംഘടിപ്പിച്ച ഫാമിലി കോൺഫറൻസ് സമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും പുതിയതായി CMPയിലേക്ക് ചേർന്നവർക്ക് കുന്നംകുളത്ത് സ്വീകരണം നൽകി. KR റീജൻസിയിൽ ചേർന്ന സ്വീകരണ യോഗത്തിൽ CMP സംസ്ഥാന സെക്രട്ടറി PRN നമ്പീശൻ അംഗങ്ങൾക്ക് മെമ്പർഷിപ്പ് നൽകി. സഹ്റ ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന ചിറമനേങ്ങാട് സഹ്റ ഗ്ലോബൽ സ്കൂളിൽ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലായി ആർട്സ് ഹോളിക് ഫെസ്റ്റിവൽ നടത്തുമെന്ന് സംഘാടകർ എരുമപ്പെട്ടിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തൃശൂർ ജില്ലാ കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ തറക്കല്ലിടൽ കർമ്മം എരുമപ്പെട്ടി ചിറ്റണ്ടയിൽ ജില്ലാ സെക്രട്ടറി K ചന്ദ്രമോഹൻ നിർവഹിച്ചു. എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് സെപ്റ്റിക് ടാങ്ക് ചോർന്നുള്ള മലിനജലം കെട്ടിക്കിടക്കുന്നു. 15 കുടുംബങ്ങൾ ദുരിതത്തിൽ. സ്വകാര്യ ഫ്ളാറ്റ് ഉടമയ്ക്കെതിരെ അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് ആരോപണം. വെള്ളാറ്റഞ്ഞൂർ കൂട്ടുമൂച്ചിക്കൽ ഭഗവതി ക്ഷേത്ര പൂര മഹോത്സവം ആരംഭിച്ചു. ദേവസ്വം പൂരം വെള്ളാറ്റഞ്ഞൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നും പഞ്ചവാദ്യത്തിന്റെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെ എഴുന്നള്ളിച്ചു. ലഹരിക്കെതിരെ ഒറ്റച്ചക്രത്തിൽ രാജ്യം ചുറ്റി സനീത്. കണ്ണൂർ ശ്രീകണ്ഠാപുരം സ്വദേശിയായ സനീത് ഒറ്റച്ചക്രമുള്ള സൈക്കിളിലാണ് ലഹരിക്കെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായി കന്യാകുമാരി മുതൽ കാശ്മീർ വരെ സൈക്കിളിൽ തന്റെ പര്യടനം നടത്തുന്നത്. മനുഷ്യരെ വലിഞ്ഞുമുറുക്കുന്ന പലിശയിൽ നിന്നും മോചനം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കുന്ന സംഗമം അയൽക്കൂട്ടത്തിന്റെ 5ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി അണ്ടത്തോട് സൗഹൃദ നഗറിൽ നാട്ടുചന്ത നടത്തി. പുതുശ്ശേരി നേറ്റിവിറ്റി ഓഫ് അവർ ലേഡി ഇടവക ദേവാലയത്തിലെ സംയുക്ത തിരുനാളിന് കൊടിയേറി. ജനുവരി 30, 31 തീയതികളിലാണ് പെരുന്നാൾ ആഘോഷം. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി ചിത്രരചനാ ക്ലാസ് ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും മൂക്കിലപീടിക മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി നടത്തുന്ന അഖില കേരള ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. ഇതോടെ ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം.